അല്ല, ഞാൻ 2-3 പ്രൊജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുന്നു. മെമ്മറീസ്, ദൃശ്യം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദിയിൽ ചെയ്ത ബോഡി, അത് വേറൊരു ഫോർമാറ്റിലാണ്. അത് ഞാൻ ഫോർമാറ്റ് മാറ്റിയിട്ടാണ് ചെയ്തത്. ഇവിടെ മലയാളത്തിൽ വേറൊരു ഫോർമാറ്റിലാണ് ചെയ്യാനിരുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നതാണ്. 1-2 എണ്ണം ഡേറ്റ് ഇഷ്യൂ. ദൃശ്യം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. കുറേ ഫാദർ ക്യാരക്ടർ ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നോടൊരു 1.5-2 വർഷം കഴിഞ്ഞ് പറ്റുള്ളൂ, അപ്പോൾ അതിനു മുമ്പ് നിനക്കത് പ്രൊജക്റ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ആക്കിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ദൃശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ അദ്ദേഹം ഈ പറഞ്ഞ വേറെ പല കാരണങ്ങളാൽ. ഇപ്പം ഞാനൊരു സബ്ജക്റ്റ് കൊണ്ടുചെല്ലുമ്പോൾ അത് ആക്ടർക്ക് കൺവിൻസ് ആവണമല്ലോ. ഇപ്പം ഞങ്ങൾ തമ്മിൽ പല സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്ത് ഈയിടെ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം അത് ആസിഫിനെ കൺവിൻസ് ആയില്ല. ആസിഫിനോട് പറഞ്ഞു, ചേട്ടാ അതെനിക്ക് വർക്കൗട്ടായില്ല എന്ന് പറഞ്ഞു. അത് അവർക്ക് കൺവിൻസ് ആവുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിനി ശ്രമിക്കും. അദ്ദേഹമായിട്ടൊരു പടം ചെയ്യണമെന്ന് എനിക്കും വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ഞാനിനിയും അദ്ദേഹത്തിന് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്തല്ലേ. എനിക്ക് അങ്ങനത്തെ ഒരു അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യം എവിടെ വെച്ച് കണ്ടാലും ഞാൻ എന്നെ വലിയ കാര്യമായിട്ട് എന്താണ് പടത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ് അങ്ങനെ ഭയങ്കര ഒരു വാത്സല്യം ഉണ്ട് എന്നോട്. പക്ഷേ അദ്ദേഹത്തിനെ എന്താ പറയുക, കൊതിപ്പിക്കുന്ന ഒരു സാധനം എനിക്ക് ഇതുവരെയായിട്ടും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ ട്രൈ ചെയ്യും.